എൻ.ഡി.എയും മഹാസഖ്യവും രാഷ്ട്രീയ തേരോട്ടം നടത്തുന്ന ബീഹാറിൽ ഇക്കുറി പോർക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് ഒരു മൂന്നാം മുന്നണി കൂടി. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് പാർട്ടി. പാർട്ടി ഇരു മുന്നണികൾക്കും ബീഹാറിൽ ഒരുപോലെ വെല്ലുവിളി ഉയർത്തിയേക്കും. 3 പതിറ്റാണ്ട് കാലം ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും നിറഞ്ഞുനിന്ന ബീഹാറിൽ ഇക്കുറി പുതുപരീക്ഷണത്തിനിറങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കൂടിയായ പ്രശാന്ത് കിഷോർ. ബീഹാറിലെ ചെറു പാർട്ടികളുടെ പിന്തുണയും പരമ്പരാഗത വോട്ട് ബാങ്കുകളുമാണ് ലക്ഷ്യം. ജെഡിയുവിന്റെ പ്രവർത്തന രീതിയിൽ നിരാശരായ പ്രാദേശിക നേതാക്കൾ കൂടി ജൻ സൂരജിലേക്ക് എത്തുമെന്നാണ് പ്രശാന്ത് കിഷോറിന്റെ വിലയിരുത്തൽ. RJDയോട് അടുത്തു നിൽക്കുന്ന മുസ്ലിം വോട്ടർമാരിൽ ഒരു വിഭാഗം ഇക്കുറി മാറി ചിന്തിച്ചേക്കും. അങ്ങനെയെങ്കിൽ ബീഹാറിൽ ശക്തമായൊരു മൂന്നാം മുന്നണിയായി പ്രശാന്ത് കിഷോറിന്റെ ജൻ സൂരജ് മാറും. RJDയുടെ സിറ്റിംഗ് സീറ്റായ രാഘോപൂരിൽ തേജസ്വി യാദവിനെതിരെ പ്രശാന്ത് കിഷോർ മത്സരിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിക്ക് പുറമെ വയനാട്ടിലും മത്സരിക്കേണ്ടി വന്ന രാഹുൽ ഗാന്ധിയുടെ ഗതിയാകും ഇത്തവണ തേജസ്വി യാദവിനെന്നും പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നു. 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 4 ദിനം മാത്രം ബാക്കി നിൽക്കെ മുന്നണികളെല്ലാം അവസാനഘട്ട ചർച്ചയിലാണ്. കോൺഗ്രസ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടതാണ് മഹാസഖ്യത്തെ പ്രതിരോധത്തിലാക്കിയതെങ്കിൽ BJPയും JDUവും തമ്മിൽ സീറ്റുകൾ സംബന്ധിച്ച ധാരണയിലെത്താത്തതാണ് NDAയിലെ തർക്കത്തിനു കാരണം. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദറിനൊപ്പം വിനീത VG 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.